ഗുരുശിഷ്യ കഥകൾ അരവിന്ദൻ എഴുതിയത് 5-ാം പതിപ്പ് പാഠം 9 പ്രകൃതി എന്ന ഗുരു. ജബാലയുടെ പുത്രനാണ് സത്യകാമൻ. ധനികരുടെ വീടുകളിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്തു കിട്ടുന്ന വരുമാനം കൊണ്ട് ജബാല പുത്രനെ വളർത്തി. വേദാധ്യയനത്തിനുള്ള സമയമായപ്പോൾ സത്യകാമൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഒരു ഗുരുവിന്റെ കീഴിൽ വേദപഠനത്തിന് എനിക്ക് ആഗ്രഹം തോന്നുന്നു. ഗുരു എന്നോട് നിന്റെ ഗോത്രം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഞാൻ പറയേണ്ടത്? അതു കേൾക്കെ അമ്മ പറഞ്ഞു, നിന്റെ ബാല്യത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. അച്ഛന്റെ ഗോത്രം ഏതെന്ന് അന്വേഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗുരു ചോദിച്ചാൽ നീ ജബാലയുടെ പുത്രൻ സത്യകാമൻ എന്ന് പറയുക. അമ്മയുടെ അനുഗ്രഹം വാങ്ങി സത്യകാമൻ ഗുരുവിനെ അന്വേഷിച്ചു പുറപ്പെട്ടു. ഹരിദ്രുമന്റെ പുത്രനും ബ്രഹ്മജ്ഞാനിയുമായ ഗൗതമന്റെ അടുത്താണ് സത്യകാമൻ എത്തിച്ചേർന്നത്. സത്യകാമൻ ഗൗതമനെ നമസ്കരിച്ചതിനു ശേഷം തന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ കനിവുണ്ടാകണമെന്ന് അപേക്ഷിച്ചു. വിദ്യയാർജിച്ചു മുന്നിൽ നിൽക്കുന്ന ബാലനെ ഗൗതമൻ ആപാദചൂഡം ഒന്ന് നിരീക്ഷിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ ഏതു ഗോത്രത്തിൽപ്പെട്ടവനാണ്? ഗുരു, ക്ഷമിച്ചാലും എന്റെ ഗോത്രം എനിക്കറിയില്ല. അമ്മയ്ക്കും നിശ്ചയമില്ല. ഞാൻ ജബാലയുടെ പുത്രൻ സത്യകാമനാണ് എന്ന് മാത്രമേ എനിക്കറിയൂ. ഗുരു അവന്റെ വാക്കുകളിൽ പ്രീതിയുള്ളവനായി. നീ സത്യമാണ് പറഞ്ഞതെന്ന് ഞാൻ അറിയുന്നു. ഇന്നു മുതൽ നീ എന്റെ ശിഷ്യനായിരിക്കും. സത്യകാമൻ സന്തുഷ്ടനായി. ഗുരു അവനെ ആശ്രമത്തിലെ ഗോശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആരോഗ്യം നഷ്ടപ്പെട്ടതും മെലിഞ്ഞതുമായ 400 പശുക്കളെ അദ്ദേഹം ശിഷ്യനെ ഏൽപ്പിച്ചു. നീ ഈ പശുക്കളെ കാട്ടിൽ കൊണ്ടുപോയി തീറ്റി വളർത്തുക. ഇവ പെറ്റുപെരുകി 1000 പശുക്കളാവുമ്പോൾ ആശ്രമത്തിലേക്ക് അവയുമായി തിരിച്ചു വരിക. സത്യകാമൻ പശുക്കളുമായി കാട്ടിലേക്ക് പുറപ്പെട്ടു. വനം, പ്രകൃതിയുടെ പുസ്തകം ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു. എന്തൊരു വിസ്മയലോകം! വൻമരങ്ങൾ, മലനിരകൾ, ഹരിതാപമായ താഴ്വാരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഈണം മൂളിയൊഴുകുന്ന കുഞ്ഞരുവികൾ, മലനിരയുടെ നെറുകയിൽ ചുംബിക്കുന്ന മേഘക്കീറുകൾ, എല്ലാം വിസ്മയം വിടർന്ന കണ്ണുകളോടെ സത്യകാമൻ നോക്കിക്കണ്ടു. ആചാര്യന്റെ സാമീപ്യമില്ലെങ്കിലും ആ വനഭൂമിയും ചുറ്റുമുള്ള വിസ്തൃത ലോകവും ആത്മജ്ഞാനത്തിന്റെ ബാലപാഠങ്ങളിലേക്ക് സത്യകാമനെ നയിച്ചു. വനാന്തരങ്ങളിലെ സുലഭമായ പുൽമേടുകളിലും അരുവിക്കരകളിലും പശുക്കൾ മേഞ്ഞു നടന്നു. അവയെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂടെ സത്യകാമനും നിഴൽ പോലെ സഞ്ചരിച്ചു. രാത്രി അവയോടൊപ്പം അവനും വിശ്രമിച്ചു. പശുക്കൾക്കെല്ലാം ആരോഗ്യവും പുഷ്ടിയും കൈവന്നു. അവയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സത്യകാമൻ പശുക്കളെ എണ്ണി നോക്കി. അവ 1000 തികഞ്ഞിരിക്കുന്നു. ഗുരുസവിധത്തിലേക്ക് മടങ്ങേണ്ട സമയം ആസന്നമായ ഒരു പ്രഭാതത്തിൽ മടക്കയാത്രയ്ക്കു തയ്യാറായി പശുക്കൂട്ടം അവന്റെ മുമ്പിൽ നിരന്നു. അവറ്റുകളിൽ തലയെടുപ്പുള്ള ഒരു വെളുത്ത കാള സത്യകാമനോട് ചോദിക്കുന്നതായി അവന് തോന്നി. ഞാൻ നിനക്കു ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാൽ അത് നീ സ്വീകരിക്കുമോ? തീർച്ചയായും ഭഗവാനെ, എനിക്ക് സത്യത്തിൽ സത്യമായ ആ അറിവ് ഉപദേശിച്ചു തന്നാലും. സത്യകാമൻ വിനീതനായി. കാള അവനോട് പറഞ്ഞു, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ദിക്കുകൾ 4. ഓരോ ദിക്കും ഓരോ കല. ഈ 4 കലകൾ ചേർന്നത് ബ്രഹ്മത്തിന്റെ ഒരു പാദം. ഇതിന് പ്രകാശം എന്ന് പറയുന്നു. പ്രകാശം എന്ന ബ്രഹ്മത്തെ ഉൾക്കൊള്ളുന്നവനും പ്രകാശവാനായി തീരും. പശുക്കളുമായി സത്യകാമൻ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. മലനിരകളും നദീതടങ്ങളും പിന്നിട്ടുള്ള യാത്ര. ജീവനിരകളുടെ അമ്മയായ ഭൂമിയുടെ വിസ്മയകരമായ ഭംഗികൾ നുകർന്നുകൊണ്ടുള്ള ആ യാത്ര ബഹുദൂരം പിന്നിട്ടു. സന്ധ്യയായി. പശുക്കൂട്ടങ്ങളെ ഒരിടത്ത് വിശ്രമിക്കാൻ നിർത്തിയിട്ട് സത്യകാമൻ സന്ധ്യാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചു. മുമ്പിൽ അഗ്നി തെളിച്ച് ചമതക്കോൽ കയ്യിലെടുത്ത് വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ സത്യകാമന്റെ മുമ്പിൽ അഗ്നിദേവൻ പ്രത്യക്ഷനായതായി അവന് അനുഭവപ്പെട്ടു. ആ ദേവൻ അവനോട് മന്ത്രിച്ചു, ഭൂമി, സമുദ്രം, അന്തരീക്ഷം, ആകാശം ഇവ ഓരോ കല. ഈ 4 കലകൾ ചേർന്നതാണ് ബ്രഹ്മത്തിന്റെ ഒരു പാദം. ഇതിന് അനന്തം എന്ന് പറയും. ബ്രഹ്മത്തെ അനന്തമായി അറിയുന്നവൻ നാശമില്ലാത്ത സന്തതി പരമ്പരകളോട് കൂടിയവനാകും. സത്യകാമന്റെ മനസ്സും ശരീരവും ഉണർന്നു. അവൻ മിഴികൾ തുറക്കുമ്പോൾ അഗ്നി ഭഗവാൻ മറഞ്ഞിരുന്നു. പ്രഭാതമായി. പശുക്കളുമായി സത്യകാമൻ പുറപ്പെട്ടു. പക്ഷികൾ പറന്നകലുന്ന തെളിഞ്ഞ ആകാശത്തിന്റെ വശ്യഭംഗി അവനിൽ ആഹ്ലാദമുണർത്തി. ഒരു പറ്റം രാജഹംസങ്ങൾ അവന്റെ തലയ്ക്കു മുകളിലൂടെ വെൺമേഘം പോലെ കടന്നു വരുന്നു. അവൻ അവയ്ക്കു നേരെ നോക്കി നിന്നു. വെള്ളച്ചിറകുകളും ചുവന്ന ചുണ്ടുകളും പൊൻനിറമാർന്ന കാലുകളുമുള്ള ആ പക്ഷികൾ അവനെ നോക്കി ചുണ്ടുകൾ ചലിപ്പിക്കുന്നതായി തോന്നി.
അവയ്ക്ക് എന്താണാവോ തന്നോട് പറയാനുള്ളത്? സത്യകാമൻ അതേക്കുറിച്ച് ചിന്തിച്ചു നടന്നു. സന്ധ്യയായി. പശുക്കളെയെല്ലാം സുരക്ഷിതമായി ഒരിടത്ത് വിശ്രമിക്കാൻ അനുവദിച്ച ശേഷം സത്യകാമൻ സന്ധ്യാവന്ദനത്തിന് ഒരുക്കമാരംഭിച്ചു. ജ്വലിച്ചുയരുന്ന അഗ്നിക്കഭിമുഖമായിരുന്ന് മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. അപ്പോൾ അഗ്നിയിൽ നിന്നും വെൺമേഘ ചിറകു വിടർത്തി ഒരു രാജഹംസം പ്രത്യക്ഷമായി എന്ന് സത്യകാമന് തോന്നി. ചുവന്ന കൊക്കുകൾ വിടർത്തി അത് എന്തോ മന്ത്രിക്കുന്നതായി സത്യകാമൻ അറിഞ്ഞു. സത്യകാമൻ അതു കേൾക്കാൻ വിനീതനായി കാതുകൂർപ്പിച്ചു. അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, മിന്നൽ ഇവ ഓരോ കല. ഈ 4 കലകളോട് കൂടിയതാണ് ബ്രഹ്മത്തിന്റെ ഒരു പാദം. തേജസ് എന്നാണ് ഇതറിയപ്പെടുക. ബ്രഹ്മത്തെ തേജസ്സായി ആരറിയുന്നുവോ അവൻ തേജസ്വിയായി തീരുന്നു. രാജഹംസത്തിന്റെ ദിവ്യവചസ്സുകൾ സത്യകാമൻ തന്നിലേക്ക് ഏറ്റുവാങ്ങി. അടുത്ത പ്രഭാതത്തിൽ ഗോവൃന്ദവുമായി സത്യകാമൻ യാത്രയായി. പ്രകൃതിയിലെ മനോഹാരിതകൾ, ജീവന്റെ സ്പന്ദനങ്ങൾ എല്ലാം തൊട്ടറിഞ്ഞ് ഒരു തടാകതീരത്ത് എത്തിച്ചേർന്നു. തലയ്ക്ക് മുകളിൽ മധ്യാഹ്ന സൂര്യൻ എരിയുന്നു. പശുക്കൾ തടാകത്തിലെ വെള്ളം കുടിച്ച് ക്ഷീണമകറ്റി വിശ്രമിച്ചു. അടിത്തട്ടു തെളിഞ്ഞ തടാകത്തിൽ മത്സ്യങ്ങൾ നീന്തുന്ന കാഴ്ച നയനാഭിരാമമായി. നീർക്കിളികൾ തീരത്ത് പറന്നു നടക്കുന്നു. പൂക്കളും ശലഭങ്ങളും കാടിന്റെ അഴകിന് മാറ്റുകൂട്ടുന്നു. തെളിഞ്ഞ നീലാകാശത്ത് പറന്നകലുന്ന പറവകൾ. മുളങ്കൂട്ടങ്ങൾക്കിടയിൽ കാറ്റിന്റെ ഗീതാലാപനം സത്യകാമന്റെ മനസ്സിൽ ആനന്ദ നിർവൃതി അണിയിച്ചു. പശുക്കളെ മുന്നിൽ നടത്തി സത്യകാമൻ പിന്നെയും ബഹുദൂരം പിന്നിട്ടു. സന്ധ്യയായതോടെ യാത്ര നിർത്തി. പതിവ് പോലെ സന്ധ്യാവന്ദനത്തിന് ഒരുക്കമായി. ചമത കയ്യിലെടുത്ത് സത്യകാമൻ ഹോമാഗ്നി തെളിയിച്ചു. തീജ്വാലകളിലേക്ക് മിഴികളൂന്നി സന്ധ്യാവന്ദനം മുഴുമിപ്പിക്കുമ്പോൾ ചിറകുവിടർത്തിയ ഒരു നീർക്കാക്ക അഗ്നിയിൽ ഉയർപ്പൂണ്ട് തന്നോടെന്തോ പറയും പോലെ സത്യകാമന് തോന്നി.